ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അനഘയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അജയൻ. അനഘയെ നന്നായിട്ട് ഒരുക്കിക്കൊണ്ടുവരാൻ ആ സ്ത്രീകളോട് പറഞ്ഞു വിടുകയാണ് അജയ്. അങ്ങനെ ആ സ്ത്രീകൾ രണ്ടുപേരും അനഘയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതേ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ മീരയും ഉള്ളത്. അവിടേക്ക് സച്ചിയും അർച്ചനയും വന്നുകൊണ്ടിരിക്കുന്നു. സന്ദീപും മറ്റൊരു കാറിൽ വരുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ സ്ത്രീകൾ അനഘയെ ഒരു സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അയ്യേ, ഈ വേഷത്തിൽ നിന്ന് എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞ് അനഘയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് അനഘയെ പിടിച്ചുകൊണ്ട് ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇരുത്തുകയാണ് ഇപ്പോൾ അജയ്. എന്നാൽ ഡാ എന്ന് പറഞ്ഞ് അവിടേക്ക് അർച്ചനയും സച്ചിയും മീരയും എത്തി. അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അജയ്. എന്നാൽ സമാധാനത്തോടെ അനഘയും. അപ്പോൾ തന്നെ അനഘയുടെ കൈ വിട്ടിരിക്കുകയാണ് അജയ്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നു. ഓഹോ, നീയൊക്കെ ഇവിടെയും വന്നോ എന്ന് അജയ് ചോദിക്കുന്നു. വരാതെ പറ്റില്ലല്ലോ അജയ, കുടുംബത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, നീയാണോ അനഘയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ അജയ് പറയുന്നു, അതെ, എന്താ നിനക്ക് സംശയം? ഞാൻ തന്നെയാ ഇവരുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. എന്നാലേ നിനക്ക് താലി കെട്ടാൻ പറ്റില്ലല്ലോ, നിന്റെ രണ്ട് കൈയും ഞാൻ തല്ലി ഒടിക്കാൻ പോവുകയല്ലേ എന്ന് പറഞ്ഞ് സച്ചി അടി തുടങ്ങിയിരിക്കുന്നു. സച്ചി ആദ്യം തന്നെ അജയെ അടിച്ചിട്ടോ. തല്ലി കൊല്ലട ഇവനെ എന്ന് അജയ് ആ ഗുണ്ടകളോട് വിളിച്ചു പറയുന്നു. അങ്ങനെ രണ്ടുപേരും സച്ചിയെ പിടിച്ച് മാറ്റുന്നെങ്കിലും ആ 3 പേരെയും അടിച്ചിടുകയാണ് ഇപ്പോൾ സച്ചി. ശേഷം അജയും സച്ചിയും തമ്മിൽ പൊരിഞ്ഞയടി. ആദ്യം സച്ചി ഒന്ന് അടിച്ചിട്ടിരിക്കുന്നുണ്ട് അജയ്. പിന്നീട് സച്ചിയുടെ നേർക്ക് വന്നപ്പോൾ അജയനെ ചവിട്ടി തള്ളിയിടുകയാണ് അജയ്. അങ്ങനെ രണ്ടുപേരും പൊരിഞ്ഞടി. ഇത് കണ്ട് ഭയത്തോടെ നിൽക്കുകയാണ് അർച്ചനയും അനഘയും മീരയും. ഇതിനിടയിൽ ആ സ്ത്രീകൾ അനഘയെ പിടിച്ചു വെച്ചിരുന്നു. ആ സ്ത്രീകളെ പിടിച്ചു മാറ്റുകയാണ് മീരയും അർച്ചനയും കൂടി. എന്നിട്ട് അവരിൽ നിന്നും അനഘയെ രക്ഷിച്ചു മാറ്റുന്നുണ്ട്. ആ സമയം സന്ദീപം അവിടെ എത്തി ബാക്കിയുള്ളവരെയും അടിക്കുകയാണ്. ഈ സമയം കൊണ്ട് അവിടെ നിന്നും തിരുമേനി രക്ഷപ്പെട്ടോടുന്നു. പേടിയോടെ നിൽക്കുകയാണ് അനഘ. ആ ഗുണ്ടകളെല്ലാം അവിടുന്ന് ഇറങ്ങി ഓടുന്നു. ആ സ്ത്രീകളും ഓടിയിരിക്കുന്നുണ്ട്. അജയനെ ഇപ്പോൾ സച്ചിയും സന്ദീപും കൂടി അടിച്ച് ഒരു പരുവത്തിലാക്കിയിരിക്കുന്നു. അവിടെ ഒരു ചെയറിൽ ഒരു കയറുകൊണ്ട് കെട്ടിയിടുകയും ചെയ്യുന്നു. എന്നിട്ട് വാ പോവാമെന്ന് പറഞ്ഞ് ഇവർ 4 പേരും 5 പേരും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അജയാണെങ്കിൽ വായിക്കൂടെ ചോരയൊക്കെ ഛർദ്ദിച്ച് അവിടെ എങ്ങനെ കിടക്കുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയം എടുത്തി എന്ന് ഒരു വല്ലാത്ത അവസ്ഥയിൽ അനഘ അർച്ചനയെ വിളിക്കുന്നു. എന്താ പേടിച്ചു പോയോ മോള്? ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് നടത്തില്ലെന്ന് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് അനഘ അർച്ചനയോട് പറയുന്നു, ഞാൻ എങ്ങനെയാ ഏട്ടത്തിയോട് നന്ദി പറയേണ്ടത്? ഇത്രയും നാളത്തെ നിന്റെ ജീവിതവും അതിൽ നിന്നുണ്ടായ നിന്റെ അനുഭവം നിനക്കറിയാലോ. ഇന്നും നിനക്ക് അതിൽ മനസ്സിലുണ്ടായാൽ മാത്രം മതി എന്ന് അർച്ചന പറയുന്നു. മീര പറയുകയാണ്, ദേ ആതിരെ പോലെ തന്നെയാണ് നീയും ഞങ്ങൾക്ക്. ഇവിടെ ആർക്കും നിന്നോട് യാതൊരു ദേഷ്യമില്ല കേട്ടോ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അനഘ പുതിയൊരു ജീവിതം ജീവിക്കാം. അതാണ് ഞങ്ങളുടെയൊക്കെ സന്തോഷമെന്ന് സന്ദീപും പറയുന്നു. അനഘയുടെ പഴയ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയില്ല. ഇനി അതറിയാനും താല്പര്യമില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താണ് ഇനി ഇത്രയും നാൾ ജീവിച്ചതെങ്കിൽ ഈ സംഭവത്തോടെ ആ തെറ്റുകളെല്ലാം തിരുത്തി ഇനി അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് സച്ചിയും അനഘയോട് പറയുന്നു. ഈ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് അച്ഛൻ സേതുമാധവൻ വിളിക്കുന്നത്. വളരെ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് ചെല്ലാനാണ് ഇപ്പോൾ അച്ഛൻ സച്ചിയോട് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം അവരോടും പറയുകയാണ് സച്ചി. അല്ല ഏട്ടാ, ഇനിയിപ്പോൾ ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, അറിയില്ല. നിങ്ങൾ 2 പേരും ഇവളെ വേഗം ഹോസ്പിറ്റലാക്കണം. ഇവളെ വല്ലാണ്ട് തളർന്നിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയാവുമെന്നും സച്ചി പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ സേതു ഹോളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നന്ദനും അവന്തികയും സ്നേഹയും ഉണ്ട്. സേതു ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. സച്ചി അവിടേക്ക് എത്തി. സന്ദീപും എന്താ അച്ഛാ വേഗം വരാൻ പറഞ്ഞത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ സേതുമാധവൻ പറയുന്നു, നിങ്ങൾ 2 പേരും ഇന്നെന്താ ഓഫീസിലേക്ക് പോകാത്തത്? അത് ഞങ്ങൾക്ക് മറ്റൊരാവശ്യമായിട്ട് എന്ന് സച്ചി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സേതുമാധവൻ പറയുന്നുണ്ട്, നിർത്തടാ, നിന്റെയൊക്കെ മറ്റാവശ്യങ്ങൾ കഴിഞ്ഞ് പോകാനുള്ളതാണോ ഓഫീസ്? ഞാൻ ചോദിക്കുന്നത് നന്ദനോടും കൂടിയാണ്. ഇനി അത്യാവശ്യമായിട്ട് ഒന്നും ചെയ്യാനില്ലായിരുന്നു അച്ഛ എന്ന് നന്ദൻ പറയുകയാണ് അച്ഛനോട്. ധനുഷിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. ഇത് കേട്ട് സേതു പറയുന്നത് പോലെ ആ മാന്യ അദ്ദേഹം എവിടെ? ഇവിടെ അയാൾ വേണമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. ഞാൻ വിളിച്ചിരുന്ന അച്ഛ മറ്റെവിടെയോ ആണെന്ന് നന്ദൻ പറയുന്നു. ഉടനെ വന്നോളാമെന്നാ പറഞ്ഞത്. അച്ഛൻ കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇത് കേട്ട് സേതു ദേഷ്യത്തോട് പറയുന്നു, ഇനി ഞാൻ പറഞ്ഞു വേണോ ഇതൊക്കെ നിങ്ങൾ അറിയാൻ? നിങ്ങളൊക്കെയല്ലേ ആദ്യം അറിഞ്ഞത്, അത് കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത്. ഇന്നലെ നടന്ന ലേലത്തെ പറ്റിയാ എനിക്കറിയേണ്ടത്. 1 കോടിയോളം അടങ്കൽ തുകയുണ്ടായിരുന്ന കൊട്ടേഷൻ നെല്ലിശ്ശേരിക്ക് കിട്ടിയില്ല. പകരം ഏതോ പുതിയ ആളുകൾ ആ കൊട്ടേഷൻ കൊണ്ടുപോയി.
എന്നിട്ട് നെല്ലിശ്ശേരി കമ്പനി ഭരിക്കുന്ന എൻ്റെ മക്കൾ 3 പേരും എന്നോടത് പറഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ അവൻ്റെ ഗഗയെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. വീണ്ടും സേതുമാധവൻ പറയുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. അതിനാ എല്ലാവരോടും വരാൻ പറഞ്ഞത്. എന്നാൽ നന്ദൻ എങ്ങനെ പറയുമെന്നറിയില്ല. നന്ദൻ അച്ഛനോട് പറയുന്നു, അത് അച്ഛനെ അറിയിച്ച് വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. ആ കൊട്ടേഷൻ നമുക്ക് കിട്ടേണ്ടതാണച്ചാ. പിന്നെ അതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇടയ്ക്കേട്ട് നന്ദൻ പറയുന്നു, അതറിയില്ലെങ്കിൽ നീ ഇനി ഓഫീസിലേക്ക് പോവണ്ട എന്ന് അച്ഛൻ പറയുകയാണ് നന്ദനോട്. ഞാൻ നേരിട്ട് വന്ന് നടത്താം, അല്ലെങ്കിൽ ആ കമ്പനി വിറ്റ് കിട്ടുന്ന പണം എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ശ്രദ്ധക്കുറവ് കാരണം കമ്പനി നഷ്ടത്തിലാകും. ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പോവുകയും ചെയ്യും. എന്തിനാ ഞാൻ അത്രയും വലിയ റിസ്ക് എടുക്കുന്നത്? നിന്റെ കസേരയിൽ ഞാനിരിക്കുന്ന കാലത്ത് ഒരിക്കലും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ മാറിയ ആ സ്ഥാനത്ത് അവന്തിക വന്നപ്പോൾ പോലും ഒരു കൊട്ടേഷൻ പോലും നെല്ലിശ്ശേരിക്ക് കിട്ടാതിരുന്നിട്ടില്ല. എൻ്റെ 3 ആൺമക്കൾ തലപ്പത്ത് വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവന്തിക വല്ലാത്തൊരു സന്തോഷത്തിലാണ്. നിങ്ങളൊക്കെ ബിസിനസിൻ്റെ കാര്യം പഠിച്ച് പരീക്ഷ എഴുതി അതിൽ വിജയിച്ച ആൾക്കാരല്ലേ? ജോലി ചെയ്ത് എക്സ്പീരിയൻസുമായില്ലേ? നന്ദനെന്താ ഇവിടെ വന്നപ്പോഴെല്ലാം മറന്നുപോയോ? അല്ല, നിങ്ങൾക്ക് 2 പേർക്കും അവിടെ എന്താ പണി? രാവിലെ ഒരുങ്ങിക്കെട്ടി പോയാൽ മാത്രം പോരാ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കൂടി അറിയണം. വല്ലപ്പോഴും പോയി സൈറ്റ് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ മെറ്റീരിയൽസിൻ്റെ കണക്കെടുക്കാനും ആണെങ്കിൽ നിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ. നീ ജർമ്മനിയിൽ പോയി പഠിച്ച പഠിപ്പും വേണ്ട, ആ ശമ്പളത്തിന് ഒരു ആളെ വെച്ചാൽ മതി. നിങ്ങൾക്കാർക്കും ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. നെല്ലിശ്ശേരി അസോസിയേറ്റ് ഞാൻ വിൽക്കാൻ പോവുകയാണ്. ഇരിക്കട്ടെ, എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. നഷ്ടക്കച്ചവടം ചെയ്യുന്നത് സേതുമാധവൻ പണ്ടേ നിർത്തിയതാണ്. അതുകൊണ്ട് നാളെ മുതൽ ഇവിടെ നിന്നാരും ഓഫീസിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങണ്ട. 3 മക്കൾക്കും ഒന്നും പറയാനില്ല. ആ സമയത്ത് ധനുഷ് അവിടേക്ക് വരുന്നുണ്ട്. താൻ ഇപ്പോഴാണ് വരുന്നത് എന്ന് സേതു ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നു, ഞാൻ അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോയതാണ്. എന്നിട്ട് തൻ്റെ അത്യാവശ്യമൊക്കെ കഴിഞ്ഞു എന്നും ദേഷ്യത്തോട് തന്നെ അദ്ദേഹം ചോദിക്കുന്നു. സാർ, ഇന്നലെ നമ്മുടെ കമ്പനിയിൽ നിന്ന് നഷ്ടമായ ടെൻഡർ നമുക്ക് തന്നെ കിട്ടിയെന്ന് ധനുഷ് പറയുന്നുണ്ട്. ഒരു അത്ഭുതത്തോടെ അത് കേട്ടു നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ എന്തോ ചതി നടന്നെന്ന്? അതെ, കറക്റ്റായിരുന്നു സാർ. ടെൻഡർ പിടിച്ച കമ്പനി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയും. എന്തൊക്കെയോ ഒന്ന് ചെയ്തിട്ടാണ് കൊട്ടേഷൻ തട്ടിയെടുത്തതെന്ന് പറയുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അവരുടെ ടെൻഡർ നീക്കം ചെയ്യിച്ച് പകരം നമ്മുടെ കമ്പനിക്ക് ടെൻഡർ അപ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷമാകുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസറെ കാണാൻ കുറച്ച് ലേറ്റായി, അതാണ് ഞാൻ വരാൻ ലേറ്റായത്. അപ്പോൾ കൊട്ടേഷൻ നമുക്ക് തന്നെ കിട്ടിയെന്നാണോ ധനുഷ് പറയുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ധനുഷും പറയുന്നു. പിന്നെ സേതുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് ധനുഷ് പറയുന്നു, സാറ് എന്നോട് ക്ഷമിക്കണം. ഇത് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതിരിക്കുമെന്ന സംശയം കൊണ്ടാണ് ഞാനത് ആരോടും പറയാതിരുന്നത്. അവിവേകമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തോടെ ധനുഷിനെ കെട്ടിപ്പിടിക്കുകയാണ് സേതുമാധവൻ. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. അർച്ചനയും മീരയും അനഘയും അവിടേക്ക് വരുന്നുണ്ട്. അനഘയെ കണ്ട അവന്തിക ഞെട്ടി നിൽക്കുന്നുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അഭിമാനം കൂടിയാണ്. എൻ്റെയും ഈ കുടുംബത്തിൻ്റെയും അഭിമാനം കൂടിയാണ് നീ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ വന്ന 3 പേർക്കും അതറിയില്ല. അഭിമാനം എന്ന് മീര ചോദിക്കുന്നു. ഇത് നിന്റെ ഉത്തരവാദിത്തങ്ങൾ ആണെങ്കിൽ പോലും കുറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ് നീ ചെയ്തത്. താങ്ക്സ് ധനുഷ്, താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞ് സേതു ധനുഷിനെ അഭിനന്ദിക്കുന്നുണ്ട്. അയ്യോ സാർ എന്നോട് നന്ദിയൊന്നും പറയരുത്. ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തോളൂ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നെല്ലിശ്ശേരി കമ്പനിക്ക് 1 രൂപ പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ ഉത്തരവാദിത്തം കൃത്യമായിട്ടും ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നും പറയുന്നു. എന്നാൽ സന്ദീപിന് ഇതൊന്നും വലിയ താല്പര്യമില്ല. ധനുഷിനെ അത്രയ്ക്ക് പിടിച്ചതുമില്ലായിരുന്നു. ശേഷം സേതു മുറിയിലേക്ക് പോകുന്നു. ധനുഷിനോട് നന്ദൻ ഒരു താങ്ക്സും പറയുന്നുണ്ട്. അർച്ചനയ്ക്കും മീരയ്ക്കും ഇതൊന്നും ഇഷ്ടമാവുന്നതുമില്ല. പിന്നീട് കാണിക്കുന്നത് ആ ഗാർഡനിൽ ആ ഊഞ്ഞാലിരുന്ന് കരയുകയാണ് ആതിര. സന്ദീപ് അരികിലേക്ക് വന്നു. എടോ, ആ നേരത്തെ ദേഷ്യത്തിൽ അറിയാതെ സംഭവിച്ചതാണ്. താൻ എന്നോടൊന്ന് ക്ഷമിക്കേ എന്നൊക്കെ സന്ദീപ് ആതിരയോട് പറയുന്നു. എടോ, എൻ്റെ തെറ്റാണ്. ആ സമയത്ത് താൻ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ ഞാൻ തന്നെ തല്ലിയത്. അങ്ങനെ സംഭവിച്ചു പോയി. ഇത് കേട്ട് ആതിര പറയുന്നു, ഗർഭിണി അല്ലെങ്കിൽ തല്ലിയതിൽ വിഷമം വരില്ലായിരിക്കും അല്ലേ? എന്നെക്കാൾ വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിനാവുമ്പോൾ ഈ അടി ഒരു തുടക്കമായിട്ട് ഞാൻ കണ്ടോളാം. ആതിര, ഇത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അനഘ വലിയൊരു പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേഗം പോകേണ്ടി വന്നത്. തൻ്റെ ചേച്ചി കാര്യമില്ലാത്ത കാര്യത്തിന് ഇടപെടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എടോ, ഇടയ്ക്കേട്ട് ആതിര പറയുന്നു, എനിക്ക് ഒരല്പം മനസ്സമാധാനം വേണം. സന്ദീപ് പറയുന്നു, ഓഹോ, അപ്പോൾ തൻ്റെ മനസ്സമാധാനം കളയുന്നത് ഞാനാണല്ലേ? സത്യം പറഞ്ഞ ഇപ്പോൾ എന്നെ ശ്വാസം മുട്ടിക്കുന്നത് സന്ദീപ് തന്നെയാണെന്ന് ആതിര കരഞ്ഞുകൊണ്ട് പറയുന്നു. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ തന്നോട് ചെയ്തത്? എന്താണ് തോന്നിയെന്ന് താൻ എന്നോട് പറയൂ.
ആതിര പറയുന്നു, ഞാൻ കണ്ടതും കേട്ടതും എന്താണെന്ന് അത് ചെയ്തവർക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം. അതുകൊണ്ട് എന്നോട് കൂടുതൽ കരയിപ്പിച്ച് ബാക്കി എല്ലാവരെയും കാര്യം അറിയിക്കേണ്ട. അതായിരിക്കും സന്ദീപിന് നല്ലത്. അറിയിച്ചാൽ അതിന് നാണക്കേട് എനിക്കും കൂടി ആയതുകൊണ്ട് സഹിക്കാം ഞാൻ എല്ലാം. എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കാര്യം നോക്കി നടക്കുവാണെന്ന് മറ്റുള്ളവരറിയുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് ഞാനെന്ന ഭാര്യയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊന്നും ആരോടും പറയാത്തത്, പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോലും. അതിനർത്ഥം ഞാനെല്ലാം സഹിക്കും ക്ഷമിക്കും എന്നല്ല. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ചാൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ കെടുത്തിയെ പോലെ ആവും എന്ന് പേടിയുണ്ട് എനിക്ക്. ഇല്ലെങ്കിൽ ഞാൻ വല്ല കടുകയും ചെയ്തേനെ എന്നൊക്കെ ആതിര ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു. എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇവിടെ സംഭവിക്കുന്നതെല്ലാം. സന്ദീപ് വീണ്ടും പറയുന്നു, അതിനു മാത്രം ഇവിടെ ഒന്നും പ്രശ്നമില്ല, ഇതെല്ലാം തൻ്റെ തെറ്റിദ്ധാരണയാണ്. എൻ്റെ ധാരണയൊന്നും തെറ്റല്ല. ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എന്നിൽ നിന്നും ഇനി ആരും ഒളിക്കാൻ ശ്രമിക്കേണ്ട. ആ സമയത്ത് അർച്ചനയും അവിടേക്ക് വരുന്നുണ്ട്. അർച്ചന ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നു. 2 ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുക. ഇന്നലെ നീ ഈ വീട്ടിൽ കാണിച്ച പ്രകടനമടക്കമാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. നിന്റെ പ്രശ്നം അത് എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ, ഇപ്പോൾ തന്നെ ഞാൻ അതിന് പരിഹാരം കാണാമെന്ന് അർച്ചന. എനിക്കൊരു പ്രശ്നം ഇല്ല എന്ന് ആതിര പറയുമ്പോൾ അർച്ചന പറയുന്നു, നിന്റെ പ്രശ്നം എന്താണെങ്കിലും അത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇനി ഇന്നത്തെ പോലെ നിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായാൽ സന്ദീപ് ആയിരിക്കില്ല, ഞാനായിരിക്കും നിന്നെ തല്ലുന്നത്. ഇത് കേട്ട് ഒന്നുകൂടി കരയുകയാണ് ആതിര. നിന്റെ ചേച്ചി നിനക്ക് നന്നായിട്ട് അറിയാലോ, ഗർഭിണി ആയതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഒന്നും പറയാത്തത്. നീ വിഷമിച്ചാൽ അതിന്റെ ക്ഷീണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനായോണ്ട് മറ്റെല്ലാവരെക്കാളും കൂടുതൽ നീയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. ഒന്നുകിൽ നീ എന്താണ് പ്രശ്നമെന്ന് പറ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. നീ ഈ വീട്ടിൽ എങ്ങനെയാണ് വന്നതെന്ന് നന്നായിട്ട് ആലോചിക്കേ. നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചത് തെറ്റായി പോയെന്ന് ഇവിടെ ആർക്കും തോന്നരുത്. അതുകൊണ്ട് നിന്റെ സംസാരവും പ്രവൃത്തിയും നീ നിയന്ത്രിക്കണം. ഇനിമേലും എന്നെ കൊണ്ട് ഇത് ആവർത്തിക്കരുത്. ആതിര പറയുന്നു, ഞാൻ കണ്ടത് പറഞ്ഞതാണോ കുറ്റമെന്ന്. അർച്ചന വീണ്ടും ചോദിക്കുന്നു, എന്താ നീ കണ്ടതെന്ന്. ദേഷ്യത്തോടെ സന്ദീപിനെ നോക്കുകയാണ് ആതിര. എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ ആതിര അകത്തേക്ക് കയറി പോകുന്നുണ്ട്. 2 പേർക്കും ആണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നതുമില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.